വാർത്താപ്രഭാതത്തിൽ അതിഥികളുടെ സമയമാണ്. ക്രിസ്മസ് ആഘോഷങ്ങളായിരുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഭക്തിയുടെ ഒരു ഭാവം കൂടി നൽകിയ ഈശോ എന്ന ആൽബത്തിന്റെ നിർമ്മാതാവായ ജിനോ, ഒപ്പം നിരവധി ഗായകരാണ് അതിൽ പാടിയിട്ടുള്ളത്. ഗായകൻ സുദീപ്, ഒപ്പം തന്നെ ആ ആൽബത്തിലെ ഒരു പാട്ട് പാടിയ അന്ന എന്ന കൊച്ചുകുട്ടിയുമാണ് നമ്മുടെ അതിഥികൾ. 3 പേർക്കും വാർത്താപ്രഭാതത്തിലേക്ക് സ്വാഗതം. ജിനോ, വീണ്ടും അതായത് 101ാമത്തെ ആൽബമാണ് താങ്കളുടെ. എന്താണ് ഈ 101ാമത്തെ ആൽബത്തിന്റെ പ്രത്യേകത? ഇതിന്റെ രചന മനോജ് ലോങ്കലാണ്. ഇതിന്റെ സംഗീത സംവിധാനം നെൽസൺ പീറ്റർ എന്നൊരു പുതിയ സംഗീതജ്ഞനാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മുടെ അടുത്തിരിക്കുന്ന അന്നക്കുട്ടി. 3.5 വയസ്സിലാണ് ഈ ഈശോ ആൽബത്തിൽ പാടുന്നത്. ഇപ്പോൾ അന്നക്കുട്ടിക്ക് 4 വയസ്സായിട്ടുണ്ട്. ഇതിന്റെ സംഗീത സംവിധാനം കമ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ഒരു കുട്ടിക്ക് വേണ്ടി ഒരു പാട്ട് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തന്നെ ഒരു മോളെ കൊണ്ട് പാടിച്ചയച്ചു. അത് വളരെ മനോഹരമായിട്ട് തോന്നി. അങ്ങനെ അത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഈ അന്നക്കുട്ടിയെ കൊണ്ട് ഈ പാട്ട് പാടിച്ചത്. അന്നക്കുട്ടി, എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? അന്നക്കുട്ടി കേട്ടില്ല, ഒന്നുകൂടെ പറയോ, എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ്? സൂപ്പർ ആയിരുന്നു. എല്ലാരും ഈ പാട്ടൊക്കെ കേട്ടിട്ട് എന്ത് പറഞ്ഞു? പാട്ട് സൂപ്പർ ആയിട്ടുണ്ട്, ഇനി നന്നായിട്ട് പാട്ട് പാടാനെന്ന്. ആണോ? അപ്പൊ അന്നക്കുട്ടി സൂപ്പർ ആയിട്ട് ആ പാട്ടൊന്ന് പാടിക്കുക ആദ്യം. ദൂരെ 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 ആകാശത്ത് സ്വർഗം കാക്കു സ്നേഹം ഇരിപ്പുണ്ട്. പാരിൽ പുണ്യം തൂകാനായി കൈകൾ നീട്ടി നാഥൻ ഇരിപ്പുണ്ട്. ദൂരെ ദൂരെ ആകാശത്ത് സ്വർഗം കാക്കു സ്നേഹം ഇരിപ്പുണ്ട്. പാരിൽ പുണ്യം തൂകാനായി കൈകൾ നീട്ടി നാഥൻ ഇരിപ്പുണ്ട്. എന്നും കണ്ണീരൊപ്പാനായി എന്നെ സ്വന്തമാക്കാനായി പ്രാണൻ നൽകാൻ താതനിരിപ്പുണ്ട്. എന്നും കണ്ണീരൊപ്പാനായി എന്നെ സ്വന്തമാക്കാനായി പ്രാണൻ നൽകാൻ താതനിരിപ്പുണ്ട്. പ്രാണൻ നൽകാൻ താതനിരിപ്പുണ്ട്. അന്നക്കുട്ടി സൂപ്പർ ആയിട്ടുണ്ട്. സ്വർഗം കാക്കു സ്നേഹം ഇരിപ്പുണ്ട്. പാരിൽ പുണ്യം തൂകാനായി കൈകൾ നീട്ടി നാഥൻ ഇരിപ്പുണ്ട്. ദൂരെ ദൂരെ ആകാശത്ത് സ്വർഗം കാക്കു സ്നേഹം ഇരിപ്പുണ്ട്. സുദീപ്, ഒരുപാട് പാട്ടുകളുണ്ട്, 22ഓളം പാട്ടുകളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്കളുടെ പാട്ട് ഏതാണ്? ഞാൻ പാടിയത് വളരെ നല്ലൊരു പാട്ടാണ്. ജിനോയുടെ ഒരുപാട് ആൽബംസിൽ ഇതിനു മുമ്പ് ഞാൻ പാടിയിട്ടുണ്ട്. തൊട്ട് മുമ്പ് എം ജയചന്ദ്രൻ ചേട്ടൻ്റെ മ്യൂസിക്കിൽ വന്ന ഗോഡിലും, അതിന് മുമ്പായിട്ട് ജോൺസൺ മാസ്റ്റർ മ്യൂസിക്കിൽ പരിശുദ്ധൻ. അതുപോലെ തന്നെ ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷമായിട്ട് പലപ്പോഴായിട്ട് ഒരുപാട് പാട്ടുകൾ പാടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ജിനോയുടെ നിരവധി ആൽബങ്ങൾ. ഇതിൽ വളരെ മനോഹരമായ ഒരു പാട്ടാണ്. അത് ഒരുപാട് കോംപ്ലിക്കേഷനൊന്നും ഇല്ലാത്ത പാട്ടാണ്. ഒരാൾക്ക് കേട്ടാൽ അപ്പോൾ തന്നെ മനസ്സിലേക്ക് അതിൻ്റെ ലിറിക്സും അതിൻ്റെ സംഗീതവും ഒരേപോലെ മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ടാണ്. ആരാധനാവേളയിലൊക്കെ പള്ളികളിൽ പാടാൻ പറ്റിയ ഒരു പാട്ടാണ്. എന്തായാലും ആ പാട്ടൊന്ന് മറന്ന് ദൈവമെന്നെ കാത്തിരുന്നു കരുണയോടെ ഞാനകന്ന നേരമെന്നെ
കാത്തിടുന്നു കരുണയോടെ. ജീവനോളം സ്നേഹമേകി കൂടെ വന്നു എൻ്റെ ദൈവം. ജീവനോളം സ്നേഹമേകി കൂടെ വന്നു എൻ്റെ ദൈവം. കൂട്ടിരുന്നു ദൈവസ്നേഹം. ഞാൻ മറന്ന ദൈവമെന്നെ കാത്തിരുന്നു കരുണയോടെ. ഇങ്ങനെ തുടങ്ങുന്ന ശ്രീ പാട്ടാണ്. ജിനോ, എങ്ങനെ ഒരുപാട് ഗായകരുണ്ട് ഈ എനിക്ക് ചോദിക്കാനുള്ള കുഞ്ഞിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അല്ല, എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. ജിനോ, ഇതിൽ പാടാത്ത ആരൊക്കെ ഉണ്ട്? അതെന്താണെന്നറിയാം, നമ്മളിത് പാട്ടിൻ്റെ എണ്ണം കൂട്ടുക അല്ലെങ്കിൽ ഒരുപാട് പാട്ടുകാരെ കൂട്ടുക എന്നുള്ള ലക്ഷ്യമല്ല മെയിനായിട്ട്. ഇതിനകത്ത് ഒരുപാട് സബ്ജക്റ്റ്, ഒരുപാട് സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഗാനങ്ങളുണ്ട്. ക്രിസ്മസിനുള്ളതുണ്ട്, ഈസ്റ്ററിനുള്ളതുണ്ട്, മാതാപിതാക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകളുണ്ട്, കല്യാണ വേളകളിൽ പാടാനുള്ള പാട്ടുകളുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്ത സിറ്റുവേഷനിൽ പാടാനുള്ള പാട്ടുകളുണ്ട്. അങ്ങനെ സിറ്റുവേഷൻസ് അറേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേന് പാട്ടിൻ്റെ എണ്ണം കൂടി. നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ സുധീകരനെ പോലെയുള്ള ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, അങ്ങനെ ഒരുപാട് 22ഓളം സിംഗേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുറത്തിറക്കാനായിട്ട് പറ്റി. സുധീപേട്ട, ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ അന്നക്കുട്ടി പാടുന്നത് നമ്മൾ കേട്ടു. പണ്ട് നിങ്ങളുടെയൊക്കെ തുടക്കകാലത്ത് വളരെ കുറച്ചായിരുന്നു അവസരങ്ങൾ. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അതിനെക്കുറിച്ച് സുധീപേട്ടന്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താ? അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത് ഇപ്പോൾ? അല്ല, എല്ലാ കാലത്തും ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ടാലൻറ്റ് പ്രദർശിപ്പിക്കുന്ന, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പ്രതിഭകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്ത് എനിക്കൊന്നും അങ്ങനെ വളരെ ചെറിയ കാലങ്ങളിലൊന്നും ആൽബങ്ങളിലൊന്നും പാടാനുള്ള അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ അന്ന് അങ്ങനെ ഒരു ആൽബം എന്നൊരു സങ്കല്പമേ ഇല്ല. കുട്ടികൾ പാടുന്ന ഒരു ആൽബം എന്നൊരു സങ്കല്പമേ ഇല്ല. അപ്പം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് യൂത്ത് ഫെസ്റ്റിവലുകളിലും അല്ല അങ്ങനെയുള്ള സ്കൂളുകളിലെ വേദികളിലൊക്കെയാണ് പാടി സമ്മാനം കിട്ടുകയും അങ്ങനെ ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അന്നക്കുട്ടിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കൂടുതലായിട്ട് ജനശ്രദ്ധ കിട്ടുന്നതിനുള്ള ഒരു കാരണമാണ്. പക്ഷേ ഇതിപ്പോൾ അന്നക്കുട്ടിയെ സംബന്ധിച്ച് ഒരു യാദൃശ്യമായിട്ട് സംഭവിച്ച ഒരു അത്ഭുതമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു പാരമ്പര്യമായിട്ട് സംഗീതം കിട്ടിയിട്ടുള്ള ഒരു കുഞ്ഞാണ്. അത് അപ്പൂപ്പൻ എന്ന് പറയാം. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ നെൽസന്റെ പിതാവ് KG പീറ്ററേട്ടൻ ഒരുപാട് ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബംസ് ചെയ്തിട്ടുള്ള ആളാണ്. ഞാനും അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിൽ പാടിയിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് നെൽസൺ. നെൽസൺ ഇപ്പോൾ ദുബായിൽ പ്രൊഫഷണൽ മ്യൂസീഷ്യനാണ്. അവിടെ ഒരു റേഡിയോയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരവധി പാട്ടുകൾ ഇതിനു മുമ്പും എനിക്ക് പാടാനുള്ള ചാൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാരമ്പര്യമായിട്ട് പകർന്ന് കിട്ടിയിട്ടുള്ള ഒരു സംഗീതത്തിൻ്റെ കണം ഇവിടെയുണ്ട്. അത് പ്രകാശിപ്പിക്കാനുള്ള അവസരം കിട്ടിയെന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ കിട്ടുന്നത് വഴി എന്തായാലും അവരുടെ ടാലൻറ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനുള്ള ഒരു അവസരമാണ് ഇതുപോലെ ജിനോയെ പോലുള്ള പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇത്തരം വർക്കുകളിലൂടെ കിട്ടുന്നത്. പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടം കുഞ്ഞുങ്ങളുടെ പാട്ടുകളാണ്. പിള്ളേരുടെ പാട്ടുകൾ എപ്പോൾ വന്നാലും എല്ലാവരും സിനിമയിലാണെങ്കിലും ഏത് ആൽബങ്ങളിലാണെങ്കിലും പിള്ളേരുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഗോഡ് എന്ന് പറഞ്ഞ ആൽബത്തിൽ ശ്രേയക്കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന പാട്ടുകാരിയാണ്. ചാനലിലൂടെ വന്ന കുട്ടിയാണെങ്കിലും ശ്രേയക്കുട്ടിയുടേതായ സ്വന്തമായ ഒരു പാട്ട് നമ്മൾ ആദ്യം കേൾക്കുന്ന ഗോഡ് എന്ന ആൽബത്തിലാണ്. അത് വലിയ ഹിറ്റായി തീർന്നു. അതിനെ തുടർന്ന് അതിൽ നിന്നാണ് തീർച്ചയായിട്ടും ശ്രേയക്കുട്ടിക്ക് അമർ അക്ബർ ആന്റണിയിൽ നല്ലൊരു പാട്ട് പാടാൻ ചാൻസ് കിട്ടിയത്. അപ്പോൾ ഇത്തരം ചാൻസുകളിലൂടെ അവർക്ക് കൂടുതൽ അവരുടെ പ്രതിഭയെ പ്രകാശിപ്പിക്കാനും കൂടുതൽ അവസരങ്ങൾ എന്നതിനേക്കാൾ ഉപരിയായി കൂടുതൽ നന്നായിട്ട് മ്യൂസിക്കിൽ മുന്നോട്ട് വരാനുള്ള ഒരു ചാൻസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്നക്കുട്ടിക്ക് സിനിമാ പാട്ടൊക്കെ അറിയാമോ? സിനിമാ പാട്ട് ഇന്നു ഞാൻ അറിയാം. ഒരു പാട്ട് പാടാമോ? അമർ അക്ബർ ആന്റണിയിലെ പാട്ട് അറിയാമെന്നാണ്. ഇന്നു ഞാൻ എന്റെ മുറ്റത്തോരത്തത്ത പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീ തേവി നനച്ചു കിനാവിന്റെ പൊൻതൂണ്ട പന്തലിട്ടു, മിണ്ടാതത്തെ കാത്തൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം ആളിന്റെ ജീവനമുട്ടവനെന്റെ വന്ന് കട്ടു, ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടയിട്ടു. നന്നായി പാടിയിട്ടുണ്ട് കേട്ടോ. ജിനോ ഒരു ഇപ്പൊ 101 ആൽബങ്ങളായി അല്ലെങ്കിൽ പ്രോജക്റ്റുകളായി. ഒരു പ്രോജക്റ്റിലേക്ക് കടക്കുമ്പോൾ ആദ്യം അത് എത്രത്തോളം ആകർഷകമാകണം എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ടാണോ മുന്നോട്ട് പോവുക?
ഞാൻ സാധാരണ രീതിയിൽ നേരത്തെ വർഷങ്ങളിൽ 3-4 ആൽബങ്ങൾ വരെ ചെയ്ത സമയമുണ്ട്. ഇപ്പോൾ വർഷത്തിൽ ഒരു വർക്കാണ്, ഒരു പ്രൊജക്റ്റാണ് ചെയ്യുന്നത്. അത് ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഏറ്റവും നല്ല ക്വാളിറ്റിയിലൊരു വിട്ടുവീഴ്ചയില്ലാതെ നല്ല ഹൈ ക്വാളിറ്റിയിൽ CD ഇറക്കുക. അപ്പോൾ അതിൻ്റെ രചന തൊട്ട് സംഗീതം, ആലാപനം, സിംഗേഴ്സ്, ഏത് സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്യണം, ഏത് സ്റ്റുഡിയോ മിക്സ് ചെയ്യണം, അതിൻ്റെ കവർ ഡിസൈനിങ് ഉൾപ്പെടെ അതിനാദ്യമേ തന്നെ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്ത് അതിന് സ്ക്രിപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആൽബങ്ങൾ ഇറക്കുന്നത്. ഈശോ ആൽബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 22 രാജ്യങ്ങളിൽ ഈ ആൽബം റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ സുദീപ്, താങ്കൾ വാർത്താപ്രഭാതത്തിൽ അതിഥിയായി എത്തുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു പാട്ട് കൂടിയാണ്. പാടുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതി പറഞ്ഞോട്ടെ. ജിനോ പോലുള്ള പ്രൊഡ്യൂസേഴ്സാണ് നമുക്ക് ആവശ്യം. ഇതിപ്പോൾ ഞങ്ങളൊക്കെ കുറേ കാലങ്ങളായിട്ട് ഓഡിയോ ഫീൽഡിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഭക്തിഗാനങ്ങളൊക്കെ പാടാനുള്ള അവസരങ്ങൾ കിട്ടി വരുന്ന ആളുകളാണ്. അപ്പം പലപ്പോഴും നമ്മൾ വളരെ മനോഹരമായി എന്ന് നമുക്ക് സ്റ്റുഡിയോയിൽ വെച്ച് തോന്നുന്ന ചില പാട്ടുകളുണ്ട്. അതിൻ്റെ കോമ്പോസിഷൻ ബേസ് ആണെങ്കിലും അതിൻ്റെ രചനയുടെ കാര്യത്തിലാണെങ്കിലും വളരെ നല്ല പാട്ടുകളെന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മൾ കൂടുതൽ ശ്രമിച്ച് പാടുന്ന പാട്ടുകളുണ്ട്. പക്ഷേ പലപ്പോഴും ഇത് ആളുകളിലേക്ക് എത്താതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. സിനിമ പാട്ടുകൾ എത്തുന്ന പോലെ പലപ്പോഴും നോൺ ഫിലിം ആൽബംസ് അത്രയും എത്താറില്ല. പക്ഷെ അങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ ഒരു പ്രൊഡ്യൂസറുടെ കഴിവെന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഇപ്പം പറഞ്ഞ പോലെ മിക്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വളരെ നല്ല രീതിയിൽ നമ്മുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് നല്ല രീതിയിലേക്ക് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കഴിവാണ്. പിന്നെ ഇത്രയും രാജ്യങ്ങൾ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ പൂർണ്ണമായ എൻ്റെ ക്രെഡിറ്റ് ജിനോയ്ക്ക് കൊടുക്കുകയാണ്. ജിനോയുടെ ഇതുവരെയുള്ള വർക്കുകൾ പാടിച്ചതിനുള്ള ഒരു നന്ദി എന്നുള്ള രീതിയിലല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് വളരെ താല്പര്യപൂർവ്വം വളരെ ശ്രദ്ധാപൂർവം നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനായ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ജിനയോട് എനിക്ക് വലിയ റെസ്പെക്റ്റ് ഉണ്ട്. അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, അത് സാധാരണ രീതിയിൽ ഒരു ആൽബം ഇറക്കുമ്പോൾ നമ്മൾ കീബോർഡ് പ്രോഗ്രാമിങ്ങിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, സാമ്പത്തികത്തിൻ്റെ ഒരുപാട് മേഖലകളുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ സാമ്പത്തികം നോക്കിയിട്ടല്ല ഒരു വർക്കും ചെയ്യുന്നത്. കാരണം നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഒരുപാട് നാളെ നിലനിൽക്കുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും. അപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന കണ്ണൻ സൂരജ് ബാലൻ, ഇപ്പോൾ ഈ മോള് പാടിയിരിക്കുന്ന പാട്ട് കണ്ണനാണ്. ഈ അടുത്ത കാലത്ത് തമ്മിൽ നിന്നും വേർപിരിഞ്ഞ് പോയ കണ്ണനാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അവസാനം ചെയ്ത പാട്ട് കൂടിയാണ് ഈ പാട്ട്. ഇതുപോലെ കണ്ണനെ പോലുള്ള ഒരുപാട് വിദഗ്ധരായിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഒരുപാട് മാസങ്ങളിൽ കഠിന അധ്വാന ഫലമായിട്ടാണ് ഇത്രയും വലിയ ആൽബങ്ങൾ ഉണ്ടാകുന്നത്. ജിനോയുടെ വർക്കിൽ മുമ്പ് ഞാൻ പാടിയ ഒരു പാട്ട് ഞാൻ പാടാം. അതിൽ ജോൺസൺ മാസ്റ്റർ മ്യൂസിക്കിൽ ഒരു പാട്ടാണ്. അത് ONV സാറിൻ്റെ രചനയാണ്. അത് ഒരു സിനിമ പാട്ട് പോലെ ആളുകളിലേക്ക് എത്തേണ്ട പാട്ടാണ്. എത്രയോ ആളുകളുടെ മനസ്സിൽ എത്ര കാലം വേണമെങ്കിലും നിലനിൽക്കാവുന്ന രീതിയിലുള്ള ലിറിക്സ് ആണ്, അതുപോലുള്ള സംഗീതമാണ് ആ പാട്ടിൻ്റെത്. അത് ഞാൻ പാടാം. ഒരു വിരൽ സ്പർശത്താൽ പച്ചവെള്ളത്തെയും നറുവിഞ്ഞായി മാറ്റിയ കാരുണ്യമേ, ഒരു വിരൽ സ്പർശത്താൽ പച്ചവെള്ളത്തെയും നറുവിഞ്ഞായി മാറ്റിയ കാരുണ്യമേ, കർത്താവിൻ വത്സലപുത്ര, കർത്താവിൻ വത്സലപുത്ര, നിൻ രൂപമെൻ ഹൃത്തടം തന്നിൽ തെളിഞ്ഞിടണേ നാഥ, യേശുനാഥ. വളരെ മനോഹരമായ പാട്ടായിരുന്നു. സുദീപ്, ജിനോ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇടകാലത്ത് വളരെയധികം പ്രസക്തമായിരുന്നു, ഈ ആൽബങ്ങൾ വളരെ ഹിറ്റായിരുന്നു, മിക്ക ആൽബങ്ങൾക്ക് വേണ്ടി ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ആൽബങ്ങളുടെ ഒരു ട്രെൻഡ് നിലനിന്നിരുന്നു. പക്ഷെ ഇന്ന് ഇപ്പോൾ ആ ട്രെൻഡ് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആൽബങ്ങളുടെ പ്രസക്തി എന്താണ്? അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ എങ്ങനെയുള്ള, ഇപ്പോൾ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഉൾപ്പെടെയുള്ള ആൽബങ്ങളെ കുറിച്ചാണ് പറയുന്നത്, എങ്ങനെയുള്ള ആൽബങ്ങൾ നിർമ്മിക്കണമെന്നാണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? അത് എൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, നേരത്തേക്ക് ഒരു ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാനൊക്കെ ഒരുപാട് ഈ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് തന്നെ കടകളിൽ ക്യൂ നിന്ന് ഈ ജോണി സാഗരിയൊക്കെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള കമ്പനിക്കാരൊക്കെ കാസറ്റുകൾ ക്യൂ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് ക്യൂ നിൽക്കാൻ പോയിട്ട് വിളിച്ച് ഒരെണ്ണം മേടിക്കാമെന്ന് വെച്ചപ്പോൾ ആരും വാങ്ങിക്കാനില്ല. അതിൻ്റെ കാരണം മെയിനായിട്ട് ഇപ്പോൾ പൈറേറ്റഡായിട്ടുള്ള ഒത്തിരി CD-കൾ അല്ലെങ്കിൽ പെൻഡ്രൈവ് പോലത്തുള്ള മീഡിയകളിലൂടെ എല്ലാം പാട്ടുകൾ അവൈലബിൾ ആണ്, നെറ്റിൽ പാട്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആൾക്കാർക്ക് പൈസ കൊടുത്ത് കടകളിൽ പോകാൻ, ഒന്ന് സമയക്കുറവ് കൊണ്ട് കടകളിൽ പോകാൻ പറ്റാത്ത കൊണ്ട് വിരൽത്തുമ്പിൽ കിട്ടുന്ന പാട്ടുകൾ എടുക്കുക എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർക്ക് CD ഇങ്ങനെയുള്ള താല്പര്യമില്ല. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഈശോ ആൽബം, അല്ലെങ്കിൽ ഇപ്പോൾ മുസ്ലിം ഡിവോഷണൽ ഇറക്കുന്നതിൽ ഒരുപാട് നല്ല ആൽബങ്ങൾ ഇറക്കുന്നവരുണ്ട്, ഹിന്ദു ഡിവോഷണൽ ഒരുപാട് നല്ല ആൽബങ്ങൾ ഒത്തിരി പണം മുടക്കി ഇറക്കുന്നവരുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറേ സുഹൃത്ത് വലയങ്ങളിൽപ്പെട്ട, ഇപ്പോൾ എന്നെ 22 രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത് ആരും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരല്ല. നമ്മുടെ കുറേ സുഹൃത്തുക്കളും നമ്മുടെ ഓൺലൈൻ മീഡിയകൾ മുഖേനയുള്ള ബന്ധങ്ങൾ കൂടെ എല്ലായിടത്തും എത്തിക്കാനുള്ള ശ്രമഫലമായിട്ടാണ് ഇപ്പം മാർക്കറ്റിൽ ഇത്രയും രാജ്യങ്ങളിലുള്ള CD എത്തുന്നത്. ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ
നല്ല പണം മുടക്കിയെടുക്കുന്ന ഒരു ആൽബങ്ങളും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സക്സസ് ആകുന്നില്ലെന്നുള്ളതാണ് സത്യമുള്ള കാര്യം. എന്താ വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞതിൽ തന്നെ അതിൻ്റെ ഉത്തരം കിടക്കുന്നുണ്ട് ചോദ്യത്തിൽ തന്നെ. ഇപ്പം ആൽബം ശ്രദ്ധിക്കപ്പെടാത്തതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ നമ്മളതൊരു വാങ്ങിച്ച് കേൾക്കാൻ തോന്നുന്ന ഒരു അവസ്ഥ അതിന് പലപ്പോഴും ഉണ്ടാവാറില്ല. അതിൻ്റെ മേക്കിങ്ങിലുള്ള ക്വാളിറ്റി ആണെങ്കിലും പാട്ടുകളുടെ എണ്ണമാണെങ്കിലും നിലവാരമാണെങ്കിലും. ഇപ്പം ജിനോയുടെ ഈ ആൽബത്തിൻ്റെ ഏറ്റവും വലിയ ജീഷോയുടെ ആണെങ്കിലും അതിൻ്റെ എല്ലാ ലിറിക്സും അതിനകത്തൊരു ബുക്ക്ലെറ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പേപ്പറിൻ്റെ ക്വാളിറ്റി, നമുക്കിപ്പോൾ ഒരു വീട്ടിൽ നമ്മളൊരു ഫോട്ടോ ആൽബം സൂക്ഷിക്കുന്ന പോലെ ഇതിലെല്ലാ ടെക്നീഷ്യൻസിൻ്റെയും ഫോട്ടോസും അതിലെ പാട്ടുകാരുടെയും എഴുതിയ ആളുടെയും സംഗീത സംവിധാനൻ്റെ എല്ലാവരുടെയും ഫോട്ടോയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരിക്കലും കളയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ നമ്മൾ വീട്ടിൽ സൂക്ഷിച്ച് വെക്കുന്ന രീതിയിലാണ് അതിൻ്റെ കെട്ടും മട്ടും അങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പാട്ടുകളുടെ എണ്ണവും ഇത്രയും അധികം പാട്ടുകളുണ്ട്, ഇത്രയും വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങളിലുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സിനിമയുടെ ആൽബം പൊതുവെ മുമ്പ് ഓഡിയോ CDs ഒരുപാട് ഇറങ്ങിയിരുന്നു, ഇപ്പോൾ MP3s ആണ് വരുന്നത്. അപ്പോൾ MP3 വരുമ്പോൾ എന്ന് വെച്ചാൽ പുതിയ സിനിമയിലെ 3-4 പാട്ടുകളേ ഉണ്ടാവുള്ളൂ, 3 പാട്ട് അല്ലെങ്കിൽ 4 പാട്ട് മാക്സിമം. ബാക്കി പഴയ പാട്ടുകൾ ഫില്ല് ചെയ്തിട്ടാണ് MP3s വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള മ്യൂസിക് ഇൻഡസ്ട്രിയിലുള്ള ആളുകളാണ് കൂടുതൽ ഇത് വാങ്ങിക്കുന്നത്. പൊതുവെ പബ്ലിക് ഇത് വാങ്ങിക്കാനുള്ള മടി കാരണം ഒരു ആൽബം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 1-2 പാട്ടേ പുതിയതായിട്ട് കിട്ടുന്നുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, പുതിയതായ ഇത്രയും പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആൽബമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അത് നമുക്കൊരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കില്ല. അതിൻ്റെ CD-യുടെ ഒപ്പം തന്നെ അതിനെ പൊതിഞ്ഞിരിക്കുന്ന കവറും അതിൻ്റെ ലേബലും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു മനസ്സുണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ ഇപ്പോൾ ഒരുപക്ഷെ ആളുകൾ വാങ്ങിക്കുകയുള്ളൂ. അല്ലാതെ ഇതിനകത്തുള്ള പാട്ട് നന്നായി എന്നുള്ളതുകൊണ്ട് മാത്രം ഒരുപക്ഷെ ഇത് വാങ്ങിക്കണമെന്നില്ല. പാട്ടല്ലാതെ തന്നെ ഈ പറഞ്ഞ പോലെ നെറ്റിലൂടെയോ അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു മനസ്സാളുകൾക്ക് ഉണ്ടാകാറില്ല. അപ്പം കെട്ടിലും മട്ടിലും കൂടെ നന്നായിട്ടാണ് ഈ ആൽബം വന്നിട്ടുള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ഈ ആൽബം പോലെ തന്നെ നമ്മൾ ഒത്തിരി പേര് അറിയുന്നില്ലെന്നുള്ളൂ. 100 കണക്കിന് ക്രിസ്ത്യൻ ഡിവോഷനും ഹിന്ദു ഡിവോഷനും മാപ്പിളപ്പാട്ടുകളും 100 കണക്കിന് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇത് റീച്ച് ആകുന്നില്ല. റീച്ച് ആകാത്തതിൻ്റെ കാരണം തന്നെ ആൾക്കാർക്ക് ഈ CD-കളോട് ഇപ്പോൾ ആൾക്കാർക്ക് താല്പര്യമില്ല. എല്ലാവർക്കും ഫ്രീ ആയിട്ട് തീർച്ചയായിട്ടും എല്ലാവരും കേൾക്കുന്ന എല്ലാവരും കാണുന്ന ആകർഷകമായ ആൽബങ്ങൾ ഇനിയും ഇറക്കാൻ കഴിയട്ടെ എന്ന് ജിനോയ്ക്ക് ആശംസ നേരുന്നു. ഒപ്പം നിരവധി നല്ല ഗാനങ്ങളുമായി പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും നിലനിൽക്കാൻ കഴിയട്ടെ എന്ന് അന്നക്കുട്ടിക്കും സുദീപിനും ആശംസ നേരുന്നു. വളരെയധികം നന്ദി വാർത്താ പ്രഭാതത്തിൽ അതിഥിയായി എത്തി.